ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു എക്സി എക്സ്പ്ലെയിൻ. സോ നമ്മൾ ഒരു വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ ചാനലാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കോമെൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് എന്നാലേ എന്താണ് ഇനി അടുത്ത കോണ്ടൻറ്റ് ചെയ്യേണ്ടതെന്ന് മാത്രമേ എനിക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് അടുത്ത സമ്മറിൽ ഓരോ ക്ലബ്ബുകളും ചെയ്യേണ്ടത്. അതെൻ്റെ മാത്രം ഒപ്പീനിയനാണ്. അത് അത്ലറ്റിക്കിൻ്റെ ടീഫോ ഫുട്ബോളിലൊക്കെ ജേബുള്ളു പറയുന്ന പോലെ ഇറ്റ്സ് വാട്ട് ഐ ഫീൽ ദ ക്ലബ് ഷുഡ് ഡു. അവരെന്ത് ചെയ്യുന്നുള്ളതല്ല, എനിക്ക് പേഴ്സണലി അവരെന്ത് ചെയ്യണം എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ആ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ക്ലബ്ബുകളുടെ പേരായിട്ട് പറയുന്നില്ല, നമ്മൾ ട്രാൻസ്ഫർ ടാർഗറ്റ്സ് അല്ലെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയ പ്ലെയേഴ്സിനെ പറ്റി തന്നെ പറയാം. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഗോൾ കീപ്പേഴ്സിന് തന്നെ തുടങ്ങാം. എനിക്ക് തോന്നുന്നു 2-3 കീപ്പേഴ്സിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവാനേ ചാൻസ് ഉള്ളൂ. കാര്യം ഗോൾ കീപ്പേഴ്സിൻ്റെ ആവശ്യം സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബയണിനൊരു ലോങ് ടേം കീപ്പറിന് ആവശ്യമുണ്ട്. നോയർ കാര്യം എക്സ്റ്റെൻഡ് ചെയ്താൽ ഐ ഡോണ്ട് തിങ്ക് ഒരു കൊല്ലം കൂടെ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ദ ഗ്രേറ്റസ്റ്റ് കീപ്പർ ഓഫ് ഓൾ ടൈം വിൽ റിട്ടയർ. അപ്പോൾ അങ്ങനെ വന്നാൽ ഒരു നല്ലൊരു കീപ്പർ, കാര്യം ഇറ്റ്സ് എ ഹ്യൂജ് ഷൂസ് ടു ഫിൽ. അപ്പോൾ നല്ലൊരു കീപ്പർ വേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇടക്കിടക്ക് അവരുടെ പേര് കീപ്പേഴ്സായിട്ട് ലിങ്കായി കേൾക്കാറുള്ളതാണ് എപ്പോഴും. പണ്ട് മമാർഡാഷ്വിലിയുടെ പേര് കേട്ടിരുന്നു, അതിനുശേഷം വെർബ്രൂഗൻ്റെ പേര് കേട്ട്. വെർബ്രൂഗൻ്റെ പേര് ഇടക്കിടക്ക് കേൾക്കുന്നുണ്ട് ബയണായിട്ട്, പക്ഷേ സ്റ്റിൽ അത് മെറ്റീരിയലൈസ് ആയിട്ടില്ല. പിന്നെ അവരുടെ ആയിട്ട് വേറെ ലിങ്കായ കീപ്പേഴ്സ് കുറവാണ്, പക്ഷേ സ്റ്റിൽ കീപ്പേഴ്സ് മാർക്കറ്റിലുണ്ടാവും. കോബൽ മാർക്കറ്റിലുണ്ടാവും, റിസർ മാർക്കറ്റിലുണ്ടാവും. റിസർ ലോൺസിൻ്റെ കീപ്പറാണ് ഫ്രഞ്ച് ലീഗിൽ. ഷെവലിയറിന് ശേഷം അടുത്ത സ്കാം എന്നൊക്കെ ആൾക്കാർ, പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഇതൊരു സ്കാം ആണെന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല. ഷെവലിയറിനെ പോലെ അല്ല ഇത്. ഷെവലിയർ ഹാഡ് ഗ്രേറ്റ് ഓൺ ദ ബോൾ നമ്പേഴ്സ്, പക്ഷേ ഷോർട്ട് സ്റ്റോപ്പിങ്ങിൽ അന്നും അത്ര സൂപ്പറൊന്നും ആയിരുന്നില്ല ഷെവലിയർ. പക്ഷേ ഇതല്ല, ഏറ്റവും കൂടുതൽ നല്ല ഷോർട്ട് സ്റ്റോപ്പിംഗ് പെർസെൻറ്റേജ് ഉള്ളൊരു കീപ്പറാണ് ലീഗാണിൽ. അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും എനിക്കൊന്ന് ഇപ്പോഴും സ്റ്റിൽ 100% പാസിങ് ആക്യുറസി ഒക്കെയാണ് റിസറിന് കാര്യം. പിന്നെ അവർ ലോ ബ്ലോക്കും അല്ല കളിക്കുന്നത്. സോ പാസിങ് ഓപ്ഷൻസ് വളരെ കുറഞ്ഞൊരു ടൈപ്പ് ഫുട്ബോളാണ് അവർ കളിക്കുന്നത്. അപ്പോൾ ഹീസ് ഗോട്ട് വെരി ഗുഡ് പാസിങ് റേഞ്ച്. അപ്പോൾ റിസർ നല്ലൊരു കീപ്പറാണ്, ലോൺസിൻ്റെ കീപ്പറാണ്. അതേപോലെ തന്നെ കോബൽ അവൈലബിൾ ആയിരിക്കും ഡോട്ട്മുണ്ടിൻ്റെ. വെർബ്രൂഗനസ് ഓൾവേസ് കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് മാർക്കറ്റിലുള്ളൊരു കീപ്പറാണ്. സെയിം തിങ് വിത്ത് റോഫ്സ്, നമ്മുടെ സണ്ടർലൻഡിൻ്റെ കീപ്പറാണ്. അപ്പോൾ ഇവരൊക്കെ ഡേറ്റ വൈസ് വളരെ സ്ട്രോങ് ആണ്. സിയോൺ സുസൂക്കി ഉണ്ടായിരുന്നു മറ്റേ നമ്മുടെ പാർമയുടെ കീപ്പറാണ്, പക്ഷേ ഇപ്പോൾ പുള്ളി ഇഞ്ചേർഡാണ്. അപ്പോൾ ആ സിയോൺ സുസൂക്കിയുടെ മൂവ് മെറ്റീരിയലൈസ് ആവും തോന്നില്ല ഒരു ക്ലബിലോട്ടും. ചില ക്ലബ്ബുകൾക്ക് ആവശ്യമുണ്ട് കീപ്പേഴ്സിനെ ലോങ് ടേം കോർട്ടോ റീപ്ലേസ്മെൻറ്റിനെ മഡ്രിഡ് നോക്കുന്നുണ്ടെന്ന് കേട്ടിരുന്നു. സെയിം വിത്ത് ബയൺ എന്തായാലും ഒരു കീപ്പർ ആവശ്യമുണ്ട്. അല്ലാതെ ഇപ്പോൾ ബിഗ് ക്ലബ്സിന് ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എ നീഡ് ഫോർ കീപ്പേഴ്സ്. ലിവർപൂളിന് വേണ്ടി വരും ചിലപ്പോൾ 2 കൊല്ലത്തിൽ, പക്ഷേ സ്റ്റിൽ ആലിസൺ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് മമാഡാഷ്വിലി ഉണ്ട്. സോ ഐ ഡോണ്ട് തിങ്ക് ഒരു വളരെ എമർജൻസി ആയിട്ടൊരു കീപ്പർ റിക്രൂട്ട്മെൻറ്റ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത് കഴിഞ്ഞ് വിൽ മൂവ് ടു സെൻറ്റർ ബാക്സ്. കുറേ സെൻറ്റർ ബാക്സ് മാർക്കറ്റിലുണ്ടാവും. നിറച്ച് ക്ലബ്ബുകൾ ഇടിയുണ്ടാക്കാൻ പോകുന്നൊരു പൊസിഷനാണ്. കാര്യം കുറേ സെൻറ്റർ ബാക്സ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 2-3 സെൻറ്റർ ബാക്സിൻ്റെ മേത്തായിരിക്കും എല്ലാ ക്ലബ്ബുകൾക്കും കണ്ണുണ്ടാവാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ പേരായിട്ട് തന്നെ തുടങ്ങും. ഒന്ന് നിക്കോ ഷ്ലോട്ടർബെക്കാണ്. ഐ തിങ്ക് വലിയ ബിഗ് നെയിംസ്, അതായത് ഇപ്പോൾ ഗബ്രിയൽ സലീബ, വാൻഡൈക്ക്, ഇപ്പോൾ കൊണാട്ടെ ഓഫ് കോഴ്സ്, അല്ല ഇങ്ങനത്തെ സെൻറ്റർ ബാക്സിനെ പറയുന്നതിൻ്റെ കൂടെ ഇപ്പോൾ ഗേഹി, അല്ലാതെ ഇവരെയൊക്കെ മാറ്റി നിർത്തിയാൽ എനിക്കൊന്ന് യൂറോപ്പിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സെൻറ്റർ ബാക്സ് ആണ് കറൻ്റ്ലി ഓൺ ബേസ് ഓഫ്. ഇന്നലെയും പുള്ളി ഒരു ഗോൾ അടിച്ചിരുന്നു, അതിന് മുമ്പത്തെ കളിയിലും പുള്ളി ഗോൾ അടിച്ചിരുന്നു. ഹീസ് വെരി ഗുഡ്. നിക്കോൾ ഷോൾട്ടർബെക്ക് ഇസ് വെരി ഗുഡ്. എനിക്കൊന്ന് ആ ഇഞ്ചുറിക്ക് ശേഷം പുള്ളിക്ക് ഉണ്ടായിരുന്ന ഫ്ലോ എന്ന് പറയുന്നത് എറർ പ്രോൺ ആയിരുന്നു പുള്ളി കുറച്ച്. അത് പുള്ളി നല്ല രീതിക്ക് റെക്ടിഫൈ ചെയ്തു. ആൻഡ് ഓൺ ദ ബോൾ ഹീസ് എ മിഡ്ഫീൽഡർ, ടെക്നിക്കലി വെരി ക്ലോസ് ടു വാൻഡൈക്ക് ഓൺ ദ ബോൾ. എനിക്കൊന്ന് ഓൺ ദ ബോൾ ലോകത്തിലെ ഏറ്റവും നല്ല സെൻറ്റർ ബാക്ക് വാൻഡൈക്കാണ്. ഈക്വലി ഗുഡ് ആസ് ഗോർഡിയോൾ എന്ന് തന്നെ പറയും. ഗോർഡിയോളും ഈക്വലി ഗുഡാണ് വാൻഡൈക്കിന് അത്രയും. അതേപോലെ, അതായത് 26 വയസ്സുള്ളൂ. ഇതിലും ഇപ്പോഴേ ഈ ലെവലുണ്ടെങ്കിൽ ഹി ക്യാൻ ഇമ്പ്രൂവ് എ ലോട്ട് മോർ. അപ്പോൾ ഒന്ന് നിക്കോ ഷ്ലോട്ടർബെക്കാണ്. കുറേ ക്ലബ്ബുകൾ പുറകിലുള്ളൊരു പേരാണ്. ആരുടെ അടുത്തോട്ടാണെങ്കിലും പോകാം. ബാഴ്സലോണയ്ക്ക് ലിങ്ക് ഉണ്ട്. കാര്യം ഫ്ലിക്കിന് വളരെ ഇഷ്ടപ്പെട്ടൊരു പ്ലെയറാണ്. സെയിം വിത്ത് റയൽ മാഡ്രിഡിന് താല്പര്യമുള്ളൊരു പേരാണ്. ലിവർപൂളിന് താല്പര്യമുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ അതേപോലെ ലിവർപൂളിന് വലിയൊരു തലവേന മുമ്പിലുണ്ട്. അത് വാൻഡൈക്കിന് എപ്പോഴെങ്കിലൊക്കെ, അതായത് കഴിഞ്ഞ അടുത്തൊരു 2 കൊല്ലത്തിൽ റീപ്ലേസ് ചെയ്യേണ്ട ഒരു പ്ലെയറാണ് വാൻഡൈക്ക് എങ്ങനെ പോയാലും. അപ്പോൾ വലിയൊരു മൂവായിരിക്കും പുള്ളിക്ക് ഇൻ ടേംസ് ഓഫ് ഹിസ് വേജസ്. കാര്യം പുള്ളിക്ക് 50 മില്യൺ തോണ് റിലീസ് ക്ലോസ് ഉള്ളത്. അതിൻ്റെ കൂടെ ഹീസ് ഡിമാൻഡിങ് ക്ലോസ് ടു 14 മില്യൺ യൂറോസ് കേൾക്കുന്നു. അപ്പോൾ ബയണ്ണ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ഈ വേജ് കേട്ടപ്പോൾ അവരിട്ടിട്ട് പോയെന്നാണ് കേൾക്കുന്നത്. വിൽ സി ഷ്ലോട്ടർബെക്കിൻ്റെ കാര്യത്തിൽ എന്താവുന്നു. അതിൻ്റെ കൂടെ തന്നെ മുറിയിലോ ആണ് നോട്ടിംഗം ഫോറസ്റ്റിൽ. ഇഫ് ദേ ഗെറ്റ് റെലിഗേറ്റഡ് എന്ന് മാത്രമല്ല, ഇഫ് ദേ ഡോണ്ട് ഹിൽ മൂവ്. എനിക്കൊന്ന് മുറിയിലോ വിൽ ഫൈൻഡ് എ വെരി ഗുഡ് ക്ലബ്. നിറച്ച് ക്ലബ്ബുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. പ്രീമിയർ ലീഗിൽ തന്നെ ആയിക്കോട്ടെ. ഐ തിങ്ക് ഹിൽ മൂവ് ടു എ ക്ലബ് ഇൻ പ്രീമിയർ ലീഗ്. കാര്യം
ബാസ എനിക്ക് പേഴ്സണലി ഐ ഡോണ്ട് തിങ്ക് റയൽ മാഡ്രിഡ് നീഡ് ഒരു ലെഫ്റ്റ് സെൻറ്റർ ബാക്കിനെ വേണമെന്ന് എനിക്കിപ്പോൾ പേഴ്സണലി തോന്നുന്നില്ല. ഒരു ഹോയ്സൺ ഉള്ളപ്പോൾ അപ്പുറത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഒരു വൈറ്റ്സേ കൊണാട്ടെ ഫ്രീ ഏജൻ്റ് ആവും ചിലപ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊഫൈലാണ് ആവശ്യം. മുറിയിലോ സൂട്ട് ദാറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ മുറിയിലോ മാർക്കറ്റിൽ അവൈലബിൾ ആവും. ഐ ഡോണ്ട് തിങ്ക് ബാഴ്സ നീഡ്സും. ആൻഡ് വേറെ കുറേ ക്ലബ്ബുകൾക്ക് ആവശ്യം വരാം. ഹീസ് ആംബി ഡെക്സ്ട്രസ്, 2 ഫുട്ടും കളിക്കും, പക്ഷേ സ്റ്റിൽ പ്രൊഡോമിനൻ്റ്ലി റൈറ്റ് സൈഡ് സെൻറ്റർ ബാക്ക് ആണ്. അപ്പോൾ മുറിയിലോ എങ്ങോട്ട് പോകും എന്ന് നമുക്ക് കണ്ടറിയാം. ചെൽസിക്കൊക്കെ വളരെ നല്ലൊരു ഓപ്ഷനാണ് ടു ബി ഫെയർ. എൻ്റെ ഒരു ഒപ്പീനിയനിൽ വളരെ വളരെ സോളിഡ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. എന്താവും എന്ന് കണ്ടു തന്നെ അറിയാം. അത് കഴിഞ്ഞ് കേൾക്കുന്ന പേര് എന്ന് പറയുന്നത് കാസ്റ്റലോ ലുക്കേബാൻ. അത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയൻ. കാസ്റ്റലോ ലുക്കേബാനെ ക്ലബ്ബുകൾ സൈൻ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. കാര്യം കുറേ നാളായിട്ട് കേൾക്കുന്ന പേരാണ്. അത്യാവശ്യം നല്ലൊരു സെൻറ്റർ ബാക്കാണ്, വളരെ വെർസറ്റൈലാണ്, എല്ലായിടത്തും കളിക്കാൻ പറ്റുന്നൊരു പ്ലെയറാണ്. ലെഫ്റ്റ് ബാക്ക് കളിക്കും, റൈറ്റ് ബാക്ക് കളിക്കും, സെൻറ്റർ ബാക്ക് കളിക്കും, ബാക്ക് 3 കളിക്കും. ഓൺ ദ ബോളൊക്കെ ഹീസ് ടോപ്പ് ക്ലാസ്. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് പുള്ളിയുടെ ഇഞ്ചുറി റെക്കോർഡാണ്. ആൻഡ് പുള്ളി കളിക്കുന്ന ക്ലബ്ബ് ലൈപ്സിഗുമാണ്. അവരുടെ അടുത്ത് നെഗോഷിയേറ്റ് ചെയ്യാൻ വളരെ പാടാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം ഫോർ വേറെ ക്ലബ്സ്. എനിക്ക് തോന്നുന്നു ലൈപ്സിഗായിട്ട് ഇപ്പോഴും നല്ല ടേംസിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്ലബ്ബുകൾ ഇപ്പോഴും ഇല്ല. നല്ല റിലേഷൻഷിപ്പുള്ള ക്ലബ്ബുകളുണ്ട്, പക്ഷേ സ്റ്റിൽ അവിടെ വർക്ക് ചെയ്ത ആൾക്കാർ വേറെ ക്ലബ്ബുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വലിയ ക്ലബ്ബുകൾ യുണൈറ്റഡിലൊക്കെ സ്റ്റിൽ അവരായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നത് വളരെ പാടാണ്. ഒരു നല്ലൊരു ഫിഗറാണ് ടു ബി ഫെയർ. പക്ഷേ എന്താ പറയുക, പുള്ളി കളിക്കുന്ന ക്ലബ്ബിൻ്റെ ഇഞ്ചുറി റെക്കോർഡ് വെച്ച് നോക്കുമ്പോൾ പുള്ളിയെ സൈൻ ചെയ്യുന്നത് ഒരു വലിയ ടാസ്ക് ആയിട്ടുള്ളൊരു പരിപാടി. ഹി ഷുഡ് മൂവ് എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ക്ലബ്ബുകൾ ഉണ്ടാവും രംഗത്ത്, എന്താവും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയുമ്പോൾ. അടുത്തത് ഇബ്രാഹിമ കൊണാട്ടയാണ്. കൊണാട്ടെ ലിവർപൂളിലാണ് ഇപ്പോൾ കളിക്കുന്നത്. കഴിഞ്ഞൊരു 2 മാസമായിട്ട് ഹീസ് ബിൻ ഇൻ എക്സലൻറ്റ് ഫോം. നല്ല ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഹീസ് ബാക്ക് ടു ഹിസ് ബെസ്റ്റ്. ലിവർപൂളിന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഹി ക്യാൻ ഗോ എനിവെയർ. എവിടെ വേണേലും പോകാം. PSG പോകാം. ബിക്കോസ് ദേ ആർ നോട്ട് ഹാപ്പി വിത്ത് ജബാർനി ആൻഡ് മാർക്കിനോസ് വിൽ ലീവ്. അപ്പോൾ കൊണാട്ടെ എവിടെ പോയാൽ ഒരു മോൺസ്ട്രസ് ആയ ഒരു പാർട്ട്ണർഷിപ്പാണ് പാച്ചോ കൊണാട്ടെ. അപ്പോൾ അത് നടക്കോ ഇല്ലയോ എന്ന് നോക്കാം. അനദർ ക്ലബ്ബ് റയൽ മാഡ്രിഡ്. കാര്യം നേരത്തെ ഞാൻ പറഞ്ഞ അതേ സംഭവമാണ്. ദേ ക്യാൻ ബിൽഡ് എ ബ്യൂട്ടിഫുൾ പാർട്ട്ണർഷിപ്പ്. കാര്യം ഹോയ്സൺ ഒരു വളരെ കാമായിട്ടുള്ള സെൻറ്റർ ബാക്കാണ്. കൊണാട്ടെ ആണെങ്കിൽ വളരെ അഗ്രസീവ് ആയിട്ടുള്ള സെൻറ്റർ ബാക്കാണ്. ചാനൽ ഡിഫെൻഡ് ചെയ്ത് പരിചയമുള്ള സെൻറ്റർ ബാക്കാണ്. അതിനപ്പുറത്ത് റൈറ്റ് ബാക്കായിട്ട് ട്രെൻഡും ഉണ്ട്. അപ്പോൾ പുള്ളിക്ക് വളരെ കംഫർട്ടബിളായ ഒരു എൻവയോൺമെൻറ്റാണത്. ആൻഡ് റയൽ മാഡ്രിഡ് ട്രിഗർ പുള്ളി ചെയ്യോ അതോ പുള്ളി എക്സ്റ്റെൻഡ് ചെയ്യോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. വെരി വെരി ഗുഡ് റിക്രൂട്ട്മെൻറ്റ്. എനിക്ക് തോന്നുന്നത് ഓൺ ഹിസ് ഡേ എന്നല്ല, വെൻ ഹീസ് ഇൻ ഫോം എനിക്ക് തോന്നുന്നു ഹീസ് വെരി വെരി ഗുഡ്. ആൻഡ് വാൻഡൈ കഴിഞ്ഞ ലോകത്ത് ഏറ്റവും നല്ല സെൻറ്റർ ബാക്കിൽ ഒന്ന് തന്നെയാണ് കൊണാട്ടെ ഇഫ് ഹീസ് ഇൻ ഫോം. അപ്പോൾ കിട്ടുന്ന ക്ലബിന് വളരെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. ബിക്കോസ് ഹീസ് എൻറ്ററിങ് ഹിസ് പ്രൈം. ഇഞ്ചുറി റെക്കോർഡ് വളരെ വളരെ മോശമല്ല. ഇറ്റ്സ് എ വെരി പുവർ ഇഞ്ചുറി റെക്കോർഡ് കൊണാട്ടേക്ക്. പക്ഷേ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഹീസ് ബീൻ ഫുള്ളി ഫിറ്റ്. നല്ലോണം കളിക്കുന്നുണ്ട്. കുറേ മാച്ചസ് കളിക്കുന്നൊരു സെൻറ്റർ ബാക്കാണ്. ഫിസിക്കലി ഡോമിനൻറ്റ്, ഓൺ ദ ബോൾ പ്രിറ്റി ഗുഡ്. എല്ലാം കൊണ്ടും കൊണാട്ടെ വളരെ നല്ലൊരു പ്രൊഫൈലാണ്. ഹോപ്പ് ഹി എക്സ്റ്റെൻസ് അറ്റ് ലിവർപൂൾ. എന്താവും എന്ന് നമുക്ക് നോക്കാം. അടുത്ത ഫുൾ ബാക്സാണ്. ഫുൾ ബാക്സിന് എല്ലാ വർഷവും എല്ലാ ക്ലബിനും ഡിമാൻഡ് ഉണ്ടാവും. കാര്യം സമോദ യാദവ് ഫുൾ ബാക്സിൽ, അതായത് ഫുട്ബോൾ മെറ്റ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ രീതി മാറുന്നതനുസരിച്ച് പല ക്ലബ്ബുകൾക്ക് അവരവരുടെ ഫുൾ ബാക്സിന് ഓരോ വർഷം കൂടുന്തോറും മാറ്റേണ്ട അവസ്ഥ വരും. ചില ഫുൾ ബാക്സിന് പേസ് കുറയാം, ചിലവരുടെ കോൺട്രാക്റ്റ് തീരും, ചില കളിക്കുന്ന ഫുട്ബോളിംഗ് സ്റ്റൈലിന് ഫുൾ ബാക്സ് ചേരണം എന്നില്ല. അപ്പോൾ പല ക്ലബ്ബുകൾക്കും ഫുൾ ബാക്സിന് ആവശ്യമുണ്ട്. ഐ തിങ്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിൽ നീഡ് വൺ. ഒരു നല്ല റൈറ്റ് ബാക്ക് വേണ്ടിയിരുന്നു. ദേ ഷുഡ് ബി മൂവിങ് ഓൺ ഫ്രം ഡാലോ. ഇഫ് ദേ ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് എങ്ങനെ സെക്യൂർ ചെയ്താൽ അടുത്ത കൊല്ലം സെക്യൂർ ചെയ്യണം. പിന്നെ അതിൻ്റെ കൂടെ ചാമ്പ്യൻസ് ലീഗിൽ നല്ല റണ്ണൊക്കെ നടത്തണമെങ്കിൽ ദേ വുഡ് റിക്വയർ എ ബെറ്റർ റൈറ്റ് ബാക്ക് ദാൻ ഡിയോഗോ ഡാലോ. അപ്പോൾ അവർക്ക് റൈറ്റ് ബാക്ക് ആവശ്യമുണ്ട്, ലിവർപൂളിന് ആവശ്യമുണ്ട്, പല ക്ലബ്ബുകൾക്കും ആവശ്യമുണ്ട്. ആൻഡ് ബയണിനും ആവശ്യമുണ്ട് ഒരു റൈറ്റ് ബാക്കിന്. അപ്പോൾ കുറേ പേരുകളുണ്ട് റൈറ്റ് ബാക്കിൽ. ഇപ്പോൾ ഫെയ്നോർദിൻ്റെ PSVയുടെ റൈറ്റ് ബാക്ക് ഉണ്ട്, റയൻ ഫ്ലെമിംഗോ ആണ്. പുള്ളിക്ക് DM കളിക്കാൻ പറ്റും, സെൻറ്റർ ബാക്ക് പറ്റും, റൈറ്റ് ബാക്ക് പറ്റും. ഹീസ് ടോൾ, ഹീസ് ഗുഡ് ഓൺ ദ ബോൾ. പക്ഷേ ഇവരൊക്കെ റിക്രൂട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. അതേപോലെ തന്നെയാണ് ജിവാരിയോ റീഡ് ഫെയ്നോർദിൻ്റെ ഫുൾ ബാക്കാണ്. ലിങ്ക്ഡ് വിത്ത് ബയൺ ക്ലോസ് ആണെന്നൊക്കെ കേട്ടിരുന്നു. സെയിം വിത്ത് മാഞ്ചസ്റ്റർ സിറ്റി, സെയിം വിത്ത് ലിവർപൂൾ. പുള്ളി ഒരു ഇൻ്റർവ്യൂവിൽ ലിവർപൂളാണ് പുള്ളിയുടെ ഫേവറേറ്റ് ക്ലബ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതിന് വലിയ സബ്സ്റ്റൻസ് ഒന്നും ഉണ്ടാവണമെന്ന് വഴിയില്ല. ഇൻ ടേംസ് ഓഫ് അത് സൈൻ ചെയ്യോ ഡീൽ മെറ്റീരിയലൈസ് ആവുമോ എന്നുള്ളതിനൊന്നും ഒരു ഉറപ്പൊന്നുമില്ല. ഒരു വെരി ഗുഡ് റൈറ്റ് ബാക്ക്, ഒരു ട്രെൻറ്റിൻ്റെ ഒരു ക്ലോണാണ്. പക്ഷേ ട്രെൻറ്റിൻ്റെ പകുതി ഓൺ ദ ബോൾ എബിലിറ്റി പോലും ഇല്ല. പക്ഷേ അത് തന്നെ ഇപ്പോൾ ധാരാളമാണ് ടു ബി ഫെയർ ഫോർ എനി ക്ലബ്. ബിക്കോസ് ഹീസ് പ്രിറ്റി ഗുഡ് ഓൺ ദ ബോൾ. ബാക്ക് എന്നൊക്കെ ലൈൻ ബ്രേക്കിംഗ് പാസുകൾ ഇടാനും പ്രസ് ബീറ്റ് ചെയ്യാനൊക്കെ ഹീസ് പ്രിറ്റി ഗുഡ്. ഹീസ് വെരി ഗുഡ് ഡിഫെൻസീവ് വൈസ്. അപ്പോൾ നല്ലൊരു ഫുൾ ബാക്കാണ്. അടുത്താണ് ഏറ്റവും ഹോട്ടായിട്ടുള്ളൊരു പേരാണ് മാർക്കോ പാലസ്ട്രയാണ്. പല ക്ലബ്ബുകൾക്കും ഇപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ട്. ഹീസ് ടോൾ, ലാങ്കി. എനിക്ക് തോന്നുന്നത് 62% ഡ്യുവൽ സക്സസ് റേറ്റ് ഒക്കെ ഉള്ള ഫുൾ ബാക്കാണ് സെരിയാൽ. വെരി വെരി ഗുഡ് ഫുൾ ബാക്ക്. നല്ല പൊക്കമുണ്ട്. ഓൺ ദ ബോൾ ഹീസ് വെരി ഗുഡ്.
ഒരു 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 ഫിസിക്കൽ സ്പെസിമെനാണ് റൈറ്റ് ബാക്ക്. അപ്പോൾ പല ക്ലബ്ബുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ലിവർപൂളിൻ്റെ പേര് കേട്ടിരുന്നു, ആർസണലിൻ്റെ പേര് കേട്ടിരുന്നു. ആർസണൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാര്യം ഡെൻ വൈറ്റ് ചിലപ്പോൾ ലീവ് ചെയ്യുകയാണെങ്കിൽ ഹിൽ ഫിൽ ദാറ്റ് റോൾ വെരി വെൽ. അതായത് വളരെ നല്ലൊരു പ്രൊഫൈലാണ്. എനിക്ക് തോന്നുന്നത് വളർന്നു വരുന്തോറും ഹിൽ ബി വെരി വെരി ഗുഡ്. ഇപ്പോൾ തന്നെ സൈൻ ചെയ്താൽ ഇറ്റ് വിൽ ബി വെരി ഗുഡ് ഫോർ എനി ക്ലബ്സ് ഇൻട്രസ്റ്റഡ്. അടുത്ത നമുക്ക് മിഡ്ഫീൽഡേഴ്സിലോട്ടാണ് പോകണം. മിഡ്ഫീൽഡേഴ്സിനെ പറ്റി സെപ്പറേറ്റ് ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു 2 മാസം മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ വീണ്ടും പറയേണ്ട ഒരു കാര്യമാണ്, പല ക്ലബ്ബുകൾക്ക് ആവശ്യമുണ്ട് മിഡ്ഫീൽഡേഴ്സിന്. ചില ക്ലബ്ബുകൾക്ക് 2 ആവശ്യമുണ്ട്. അപ്പോൾ മിഡ്ഫീൽഡേഴ്സിൻ്റെ കാര്യം പറയാം. ആദ്യത്തത് എലിയറ്റ് ആൻഡർസൺ തന്നെയാണ്. അത് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ഐ തിങ്ക് വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സ് ഇൻ ദ വേൾഡ് റൈറ്റ് നൗ. വൺ ഓഫ് ദ ഐ തിങ്ക് ടോപ്പ് 3 മിഡ്ഫീൽഡേഴ്സ് ഇൻ പ്രീമിയർ ലീഗ്. എല്ലാം കൊണ്ടും ഹീസ് ഓവറോൾ മോൺസ്റ്റർ. ഒറ്റക്ക് ഒരു മിഡ്ഫീൽഡ് പിവട്ടിനെയോ അല്ലെങ്കിൽ ഒരു മിഡ്ഫീൽഡ് 3നെയോ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു മിഡ്ഫീൽഡറാണ്. ഹീ ടോപ്സ് എവറി മെട്രിക്സ് ഇൻ ദ വേൾഡ്. എല്ലാത്തിലും ഫോർവേഡ് പാസ് ആയിക്കോട്ടെ, ചാൻസസ് ക്രിയേറ്റഡ് ആയിക്കോട്ടെ, റിക്കവറീസ് ആയിക്കോട്ടെ, ഡ്യുവൽ 1 ആയിക്കോട്ടെ, അപ്പോൾ എല്ലാത്തിലും ഹീസ് വേൾഡ് ക്ലാസ്. അങ്ങനത്തെ ഒരു പ്രൊഫൈൽ, ഒരു യൂണിക്കോൺ പ്രൊഫൈലാണ്. ഒരു കൈസെഡോ എസ്ക് ട്രാൻസ്ഫറാണ്, അല്ലെങ്കിൽ കൈസെഡോ എസ്ക് മണി കൊടുക്കേണ്ട ഒരു ട്രാൻസ്ഫർ തന്നെയാണ്. അവരുടെ ഓണറിനെ അറിയാം. അപ്പോൾ ഭ്രാന്തൻ നല്ല പൈസ ചോദിക്കും. അപ്പോൾ വിൽ സി എന്താവും എലിയറ്റ് ആൻഡർസൻ്റെ കാര്യം. പല ക്ലബിനും ഇൻട്രസ്റ്റ് ഉണ്ട്. യുണൈറ്റഡിനുണ്ട്, ലിവർപൂളിനുണ്ട്, സിറ്റിക്കുണ്ട്. അപ്പോൾ വിൽ സി എങ്ങോട്ട് പുള്ളി മൂവ് ചെയ്യുന്നു. സെയിം വിത്ത് ആഡം വോർട്ടൺ. സിമിലർ ടു ആൻഡർസൺ ചോദിച്ചാൽ അല്ല. ഹീസ് ബ്യൂട്ടിഫുൾ ടു ദി ഐ ആഡം വോർട്ടനാണ്. കാര്യം ഹീസ് മോർ പ്രസ് റെസിസ്റ്റൻറ്റ്. അന്യായ പാസിംഗ് റേഞ്ച്. ഐ തിങ്ക് ഡെവലപ്പായി വന്നു കഴിഞ്ഞാൽ ഹിൽ ഹാവ് വൺ ഓഫ് ദ ബെസ്റ്റ് പാസിംഗ് റേഞ്ചസ് ഇൻ ദ വേൾഡ് അടുത്തൊരു 3-4 കൊല്ലത്തിൽ. ആഡം വോർട്ടൺ ഒരു ഇംഗ്ലീഷ് പ്ലെയർ എങ്ങനെ ഒരു സ്പാനിഷ് ഫുട്ബോളറെ പോലെ കളിക്കും എന്ന് കാണുന്ന ആഡം വോർട്ടനെയാണ്. പല ക്ലബ്ബുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. സെയിം ലൈക്ക് ആൻഡർസൺ. ഇംഗ്ലീഷാണ്, നല്ല പൈസ കൊടുക്കണം. സെയിം ക്രിസ്റ്റൽ പാലസിനാണ് കളിക്കുന്നത്. വിൽ സി എങ്ങോട്ട് മൂവ് ചെയ്യുന്ന ആഡം വോർട്ടൺ. ഇൻ മൈ ഒപ്പീനിയൻ ഹിൽ മൂവ് ടു ലിവർപൂൾ. കാര്യം അത് എൻ്റെ ക്ലബ്ബ് ആയതുകൊണ്ടല്ല പറയുന്നത്. കാര്യം അത് റൂമേഴ്സ് വെച്ചും ആൻഡ് ജെൻറ്റിൽമാൻ അഗ്രിമെൻ്റ് ഉണ്ടെന്ന് കേൾക്കുന്നു. വിൽ സി. റയൽ മാഡ്രിഡിന് വരെ ഇൻട്രസ്റ്റ് ഉണ്ട് വോർട്ടണിൽ. എന്താവും എന്ന് കണ്ടു തന്നെ അറിയാം. അടുത്ത മിഡ്ഫീൽഡറിൻ്റെ പേര് കേൾക്കുന്നത് ബലീബല്ല. ബലീബയുടെ ന്യൂസ് ഇപ്പോൾ ഇച്ചിരി കോൾഡായിട്ടുണ്ട്. കാര്യം അതുകൊണ്ട് ബലീബൻ ഇപ്പം എനിക്ക് മെൻഷൻ ചെയ്യാൻ തോന്നുന്നില്ല. അത് കഴിഞ്ഞ് കേൾക്കുന്നത് മത്തിയാസ് ഫെർണാണ്ടസിൻ്റെ പേരാണ്. വെസ്റ്റ് ഹാമിലെ വെരി വെരി ഗുഡ് മിഡ്ഫീൽഡർ. കാര്യം ഒരു എലിയറ്റ് ആൻഡർസൻ്റെ ടൈപ്പ് തന്നെ ഒരു പ്ലെയറാണ്. ഡബിൾ പിവട്ടിലെ എക്സ്പേർട്ടാണ്. പുള്ളി അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടാണ് സാധാരണ വന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് ഹി ഹസ് ഗ്രോൺ ഇൻ ടു ഒരു ഓൾ ആക്ഷൻ മിഡ്ഫീൽഡറാണ്. ഡ്യുവൽ വിൻ ചെയ്യാൻ പറ്റും. പ്രസ് റെസിസ്റ്റൻ്റാണ്. ഡിഫൻസിനെ ആങ്കർ ചെയ്യാൻ പറ്റും. നല്ല ബോൾ വിന്നിങ് എബിലിറ്റിയുള്ള ഡ്യുവൽ വിന്നറാണ്. ഫിസിക്കലാണ്, ലെഗിയാണ്, സ്പൈഡർ ലെഗ്സ് എന്നൊക്കെ പറയും. ഈ ഫബീനിയോനെയും ഇപ്പോൾ റോഡ്രീനെയൊക്കെ പറ്റി അങ്ങനെയാണ് പറഞ്ഞത്. സ്പൈഡർ ലെഗ്സാണ് ചുവമിനിനെയൊക്കെ പറ്റി. അപ്പോൾ അതായത് എവിടെ എത്തും കാല്. അങ്ങനത്തെ ഒരു പൊക്കമൊന്നുമില്ല, പക്ഷേ ഹീൽ റൺ ആൻഡ് റീച്ച്. അതിനുള്ള ലെഗ്സ് പുള്ളിക്കുണ്ട്. ആൻഡ് വെരി വെരി ഗുഡ് മിഡ്ഫീൽഡർ. പുള്ളിക്ക് ഒരു ക്ലോസ് ഉണ്ട്. ഇഫ് ചാമ്പ്യൻസ് ലീഗിലുള്ള ക്ലബ്ബുകൾ അപ്രോച്ച് ചെയ്താൽ 50 മില്യൺ വിൽക്കാം എന്നുള്ളത്. വിൽ സി പുള്ളി അങ്ങോട്ട് മൂവ് ചെയ്യും എന്നുള്ളത് കണ്ട് തന്നെ അറിയണം. മിഡ്ഫീൽഡ് ടാർഗറ്റ്സ് കുറേ ഉണ്ട് ക്ലബ്ബുകൾക്ക്. പല ടാർഗറ്റ്സും ഉണ്ട്. വിൽ സി മിഡ്ഫീൽഡേഴ്സ് എങ്ങോട്ട് പോകുമെന്ന് കണ്ടു തന്നെ. ഇപ്പോൾ കേൾക്കുന്ന പേരുകളാണ് ഇപ്പോൾ പറയുന്നത്. അതിൻ്റെ കൂടെ കീ സ്മിത്ത് ഉണ്ട്, അങ്ങനത്തെ പല പ്ലേയേഴ്സും ഉണ്ട്. പക്ഷേ കീ സ്മിത്തൊക്കെ അപ്കമ്മിങ് ടാലൻസ് ആണ്. ഇവിടെ ചെന്ന് കഴിഞ്ഞ് സക്സസ് ആവണം എന്ന് നിർബന്ധമില്ലാത്ത പ്ലേയേഴ്സാണ്. അപ്പോൾ വിൽ സി എന്താവും എന്ന് കണ്ടു തന്നെ അറിയാം. അടുത്തത് വിൽ മൂവ് ടു വിങ്ങേഴ്സ്. വിങ്ങേഴ്സിനെ പറ്റി കുറച്ചധികം പറയാനുണ്ട്. കാര്യം 2-3 ക്ലബ്ബുകളുടെ പേരുള്ളൂ വിങ്ങേഴ്സായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. പക്ഷേ പറഞ്ഞേ പറ്റൂ. കാര്യം അത്രയും പ്ലേയേഴ്സ് ഉണ്ട്. വിങ്ങേഴ്സ് സൈൻ ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ് ആയതുകൊണ്ട് ട്രാൻസ്ഫറിന് മാർക്കറ്റിൽ അവൈലബിൾ ആയ പ്ലേയേഴ്സ് കുറേ ഉണ്ട്. അപ്പോൾ ആദ്യത്തത് ബ്രാഡ്ലി ബാർക്കള. എനിക്കൊന്ന് PSG-യിലെ 3 1 അവൈലബിൾ ആവും. അത് ക്വാർഷ്കേലിയ, ഡുവേ ആൻഡ് ബാർക്കള. അതിലെനിക്ക് തോന്നുന്ന ഏറ്റവും പോസിബിലിറ്റി ബാർക്കളായിരിക്കും. കാര്യം ബാർക്കളയുടെ ഏജൻറ്റ് ഫൊഫാനയാണ്. ആൻഡ് ഹീസ് വെരി ഷ്രൂഡ് ഇൻ എ വെരി ബാഡ് വേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിയായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു സ്റ്റേൽമേറ്റിലാണെന്നാണ് പറയുന്നത് ഇൻ PSG. ഹിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ 100 മില്യൻ്റെ അടുത്ത് മുടക്കേണ്ട ഒരു പ്ലെയറാണ്. അതിന് വർത്തിയ ഒരു പ്ലെയറാണ്. കാര്യം പല ആൾക്കാരും ഞാൻ പറയുന്നുണ്ട്, ട്വിറ്ററിലായിക്കോട്ടെ ഗ്രൂപ്പുകളിലൊക്കെ ആയിക്കോട്ടെ, പല ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് വളരെയധികം ചാൻസുകൾ മിസ് ചെയ്യുന്ന ഒരു വിങ്ങറാണ്. കിൻ പ്ലേ ഓൺ ഓൾ ഫ്ലാങ്സ്. സ്ട്രൈക്കറായിട്ട് കളിക്കാൻ പറ്റും. വെരി ലെഗി, അന്യായ വർക്ക് റേറ്റ് കൊടുക്കുന്ന പ്ലെയറാണ്. കഴിഞ്ഞ സീസണിൻ്റെ എൻഡ് മുതൽ 2 സീസണിൻ്റെ എൻഡ് മുമ്പ് ഇപ്പോൾ വരെ ഈസ് ഗോട്ട് 62 ഗോൾ കോൺട്രിബ്യൂഷൻസ്. പ്രീമിയർ ലീഗിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും അതിൻ്റെ ഒരു 60% പുള്ളി കോൺട്രിബ്യൂട്ട് ചെയ്യും. ബെയർ മിനിമം. ആൻഡ് അത് തന്നെ മതി. ഈസ് വർത്ത് ഫോർ 100 മില്യൺ. സൂപ്പർ സ്റ്റാർ എന്നൊന്നും ഞാൻ പറയില്ല. സൂപ്പർ സ്റ്റാർ ഒരു ഒലീസെ ലെവലല്ല, ബിക്കോസ് ഹീസ് നോട്ട് ഗുഡ് അറ്റ് ക്രിയേറ്റിംഗ് സ്റ്റഫ്. പക്ഷേ ദിസ് ഡൂഡ് ഹി ക്യാൻ സ്കോർ ഗോൾസ്. വാർക്കോള ബോളിൻ്റെ എൻഡിലുണ്ടെങ്കിൽ ഹീൽ ക്രിയേറ്റ് എ ഷോട്ട് ക്രിയേറ്റിംഗ് ആക്ഷൻ. അത് പുള്ളി ചെയ്യും, അല്ലെങ്കിൽ പുള്ളിയുടെ അടുത്തുള്ള ആൾ ചെയ്യും. അപ്പോൾ അത്ര എറാറ്റിക്കായ ഒരു വിങ്ങറാണ്. ഹ്യൂജ് ടേക്ക് ഓൺ സക്സസ് റേറ്റ് ഉള്ള പ്ലെയറാണ്. ആൻഡ് ഐ ബിലീവ് ഒരു
എനി ക്ലബ്ബ്, ആർസണലായിക്കോട്ടെ ലിവർപൂളായിക്കോട്ടെ, ഇവർക്ക് ഈ 2 ക്ലബ്ബാണ് വിങ്ങേഴ്സിന് വേണ്ടി ഉണ്ടാകാൻ പോകുന്നത് ഐ ബിലീവ്, സ്പെഷ്യലി ലെഫ്റ്റ് സൈഡിൽ. ആൻഡ് വെരി 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 ബ്യൂട്ടിഫുൾ സൈനിങ് ആയിരിക്കും ഫോർ എനി ക്ലബ്ബ്. ബാർക്ലയുടെ കാര്യത്തിൽ എന്താവും നമുക്ക് കണ്ടു തന്നെ അറിയാം. അടുത്തത് ഇറ്റ്സ് ആൻ്റണി ഗോർഡൻ. ആൻ്റണി ഗോർഡൻ ഇത് തന്നെയാണ് ഈ 2 ക്ലബ്ബുകൾക്കും തന്നെയാണ് ആവശ്യം. സെയിം 80 മില്യൺ മുടക്കേണ്ടി വരും. ഇസ് ഈ വർത്ത് ദാറ്റ് മണി? ഇംഗ്ലീഷ് ടാക്സ് ഉണ്ട്, വളരെ ശരിയാണ്. ആൻഡ് ഹി എക്സ്റ്റെൻഡ് സ്റ്റേ ഓഫ് ദ ക്ലബ്. പക്ഷേ ഐ ബിലീവ് 80 മില്യൺ ചില ആൾക്കാർ ചിലപ്പോൾ തലയെ കൈവയ്ക്കും. പക്ഷേ ഇഫ് ഹി ഗോസ് ടു ആഴ്സണൽ ഓർ ലിവർപൂൾ, ഐ തിങ്ക് സ്പെഷ്യലി ലിവർപൂളിനേക്കാൾ ഐ ബിലീവ് ആഴ്സണൽ ഹിൽ പ്രൊഡ്യൂസ് അൺറിയൽ നമ്പേഴ്സ്. എൻ്റെ ഒരു ഒപ്പീനിയനാണ്. നോക്കുമ്പോൾ ലീഗിൽ ഗോൾ ഉണ്ടാവില്ല, ഹീസ് ഗോട്ട് ചാമ്പ്യൻസ് ലീഗ് ഗോൾസ് ഉണ്ട്, അതിൽ 6-7 പെനാൽറ്റിയാണ്. അപ്പോൾ അതിൽ വലിയ തലയെ കൈവയ്ക്കേണ്ട നമ്പേഴ്സൊന്നുമില്ല. പക്ഷേ സ്റ്റിൽ ഹീസ് ഐ തിങ്ക് പ്രീമിയർ ലീഗിൽ ഒരു വലിയൊരു സൈഡിൽ, ന്യൂകാസിലിനേക്കാളും വലിയ സൈഡുകളാണ് ബാക്കിയുള്ള 6 സൈഡുകളും. ആ 6 ഏതെങ്കിലും ഒന്നിൽ പോയാൽ ഹീൽ സ്കോർ അൺറിയൽ എമൗണ്ട് ഓഫ് ഗോൾസ്. ഗോൾ അടിക്കും. ഹീസ് എ ഗോൾ സ്കോറിങ് വിങ്ങർ. നല്ലോണം വർക്ക് എടുക്കുന്നൊരു പ്ലെയറാണ്, നല്ലോണം ഓടുന്നൊരു പ്ലെയറാണ്. അതാണ് ഇപ്പോഴത്തെ മോഡേൺ ഫുട്ബോൾ ഐ തിങ്ക് വളരെ ഏറ്റവും ആവശ്യമായൊരു കാര്യം. അത് ബാർക്കുള ഗോർഡൻ ഫുൾഫിൽ ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ ഒപ്പീനിയൻ. അടുത്തത് ഒരു വളരെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു പേരാണ് യാൻ ഡിയോമാൻ്റെ ലൈപ്സിഗിലെ. സെയിം ഞാൻ നേരത്തെ ലുക്കേബയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. വളരെ അധികം പൈസ കൊടുക്കേണ്ട, അൺറിയൽ ആയിട്ടുള്ള പൈസ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ലിവർപൂൾ എക്കിട്ടിക്ക് കൊടുത്ത പോലെ, അല്ലെങ്കിൽ ഷക്തറിന് മുഡ്രിക്കിനെ കൊണ്ടുവരാൻ ചെൽസി കൊടുത്ത പോലെ ഉള്ള പൈസ കൊടുക്കേണ്ടി വരും. പക്ഷേ ഇസ് ഹി ബെറ്റർ ദാൻ മുഡ്രിക്? ഇപ്പോൾ കാണുന്നത് വെച്ച് യെസ് ഹീസ്. പക്ഷേ മുഡ്രിക്കിൻ്റെ അത്ര പോലും സാമ്പിൾ സൈസ് ഇല്ലാത്തൊരു പ്ലെയറാണ് യാൻ ഡിയോമാൻ്റെ. യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ടേക്ക് ഓൺ സക്സസ് റേറ്റും ഏറ്റവും കൂടുതൽ ക്യാരി സക്സസ് റേറ്റും നിറച്ച് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. 10-15 ഗോൾ അസിസ്റ്റ് എന്തോ ഉണ്ട് ഇപ്പോൾ ഓൾ കോമ്പറ്റീഷൻസിൽ. ഹി സ്റ്റിൽ 19. വെരി ഗുഡ് പ്ലെയർ. ഐ ടെസ്റ്റ് നമ്മളിപ്പോൾ കാണുന്ന ഈ യൂട്യൂബിലെ വീഡിയോസും ട്വിറ്ററിലെ വീഡിയോസും പിന്നെ ഇയാളെ കാണാൻ വേണ്ടി മാത്രം നമുക്ക് ലൈപ്സിഗിൻ്റെ കളി കാണാനൊന്നും പറ്റില്ല. അപ്പോൾ വെരി ഗുഡ് പ്ലെയർ. എനിക്കൊന്ന് ഇപ്പോൾ പറഞ്ഞതിൽ ഏറ്റവും എഫക്റ്റീവായ ഡ്രിബ്ലർ ഈ ആൻഡിയോമാൻ്റെ ആയിരിക്കും. പക്ഷേ സ്റ്റിൽ വലിയൊരു ഗ്യാമ്പിളാണ് ഈ ആൻഡിയോമാൻ്റെയിൽ എടുക്കേണ്ടി വരിക. പക്ഷേ സക്സസ് റേറ്റ് വിൽ ബി വെരി ഹൈ ഇൻ ടേംസ് ഓഫ് വാട്ട് വി ഹവ് സീൻ. 100 മില്യൻ്റെ അടുത്ത് മുടക്കേണ്ടി വരും. സെയിം യുണൈറ്റഡിന് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കേട്ടിരുന്നു, ലിവർപൂളിന് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കേട്ടിരുന്നു. 100 മില്യൻ്റെ അടുത്ത് മുടക്കേണ്ടി വരും. ഹി ക്യാൻ പ്ലേ ഓൺ ദ റൈറ്റ്, ഹി ക്യാൻ പ്ലേ ഓൺ ദ ലെഫ്റ്റ്. പക്ഷേ എനിക്ക് തോന്നുന്നു റൈറ്റിലായിരിക്കും ഹി വുഡ് പ്രിഫർ ടു പ്ലേ ഓൺ ദ റൈറ്റ്. കാര്യം അവൻ റൈറ്റ് വിങ് ബാക്കും കളിച്ചിരുന്നു ഒരു സമയത്തിൽ പുള്ളിയുടെ കരിയറിൽ. അപ്പോൾ വിൽ സി ആൻഡിയോമാൻഡയുടെ കാര്യം എന്താവുന്നു. അടുത്ത കിനാൻ യിൽഡിസ് ആണ്. കിനാൻ യിൽഡിസ് ഞാൻ എൻ്റെ ഒരു പ്രത്യേക താല്പര്യപ്രകാരം മാത്രം പറയുന്നതാണ്. ഹീസ് എക്സ്റ്റെൻഡ് സ്റ്റേ അറ്റ് യുവെൻറ്റസ്. പക്ഷേ ഈ ചാമ്പ്യൻസ് ലീഗിലൊക്കെ റിസൾട്ട് കണ്ടിട്ട് ഐ ബിലീവ് എനി ഗുഡ് ക്ലബ്ബ്, അതായത് ഇപ്പോൾ ബാർസലോണയ്ക്ക് ഒരു ലെഫ്റ്റ് വിങ്ങർ ആവശ്യമുണ്ടെന്ന് കേട്ടിരുന്നു. എനി പോയിൻറ്റ് ഈ സമ്മറിലോ അല്ലെങ്കിൽ അടുത്ത സമ്മറിലോ ആർസണലിൽ ലെഫ്റ്റ് വിങ്ങർ ആവശ്യമുണ്ട്, ലിവർപൂളിന് ആവശ്യമുണ്ട് ലെഫ്റ്റ് വിങ്ങർ. ഇവർക്ക് ആർക്കെങ്കിലും ഒരു വിങ്ങർ ആവശ്യമുണ്ടെങ്കിൽ ഇഫ് ദേ ഗോ ആൻ അപ്രോച്ച്, യുവെൻറ്റസ് വിൽക്കുമെന്നില്ലയോ എന്നുള്ളത്. ഇഫ് ഹി വാണ്ട്സ് ടു മൂവ് ഹീൽ മൂവ്. ആൻഡ് അറ്റൈനബിൾ ആണ് കിനാൻ യിൽഡിസ്. എന്താവും എന്ന് കണ്ട് തന്നെ അറിയണം യിൽഡിസിൻ്റെ കാര്യം. സ്പെഷ്യൽ ടാലൻ്റാണ്. ഈ പറഞ്ഞതിൽ എൻ്റെ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് യിൽഡിസ് ആണ് ഇൻ ടേംസ് ഓഫ് ഹിസ് വർക്ക് എത്തിക്. ഇപ്പോൾ ട്വിറ്ററിലൊക്കെ വായിക്കുന്ന ചിലർ ഇൻ്റർവ്യൂസിലൊക്കെ പറയുന്നത് ഹീസ് ഗോട്ട് ആ ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വർക്ക് എത്തിക്കാണ്. ഇൻ ടേംസ് ഓഫ് ഓൺ ദ ബോൾ വർക്ക് എത്തിക്ക് മാത്രമല്ല, പുള്ളി ഹൗ ഹി മെയിൻറ്റെയിൻസ് ഹിസ് ഫിറ്റ്നസ്, ബോഡി റിക്കവറി ഒക്കെ. ആൻഡ് ആസ് എ പ്ലെയർ നമുക്കറിയാം ഹൗ ഗുഡ് ഹീസ് ബിൻ ക്യാരിയിങ് ദ ക്ലബ് കഴിഞ്ഞ 2 കൊല്ലമായിട്ട്. വെരി ഗുഡ് പ്ലെയർ. എന്താവും വിങ്ങേഴ്സിൻ്റെ കാര്യം എന്ന് കണ്ട് തന്നെ അറിയാം. അടുത്ത സ്ട്രൈക്കർ ഡിപ്പാർട്ട്മെൻറ്റാണ്. വല്ല ക്ലബ്ബുകൾക്ക് സ്ട്രൈക്കർ വേണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒപ്പീനിയനിൽ എനിക്ക് തോന്നുന്നത് ബാഴ്സയ്ക്ക് മാത്രമേ ആവശ്യമുള്ളൂ. കാര്യം ലിവർപൂൾ തന്നെ 2 സ്ട്രൈക്കേഴ്സിനെ കൊണ്ടുപോയി, അതിൻ്റെ കൂടെ സിറ്റിക്ക് ആവശ്യമില്ല. ചെൽസി വുഡ് നീഡ് എ സ്ട്രൈക്കർ, പക്ഷേ സ്റ്റിൽ ഇപ്പോൾ 2 പേരുണ്ട്. അപ്പോൾ അവർ ഇനി ഇൻവെസ്റ്റ് ചെയ്യുന്ന എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. ഗിവൺ ജോ പെഡ്രോ ഇസ് ബിൻ ഡൂയിങ് വെരി ഗുഡ്. അപ്പോൾ അതെന്താവും നമുക്കറിയില്ല. ആൻഡ് സെയിം വിത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഷെസ്കോ പ്രോജക്ട് സ്ട്രൈക്കറാണ്, പക്ഷേ യു ക്യാൻ സീ ദ കോൺഫിഡൻസിനും ഒരു സ്പാർക്കുള്ളൊരു സ്ട്രൈക്കർ തന്നെയാണ്. ആൻഡ് ഹിൽ സ്കോർ ഗോൾസ്. നാച്ചുറലി ഗോൾ സ്കോറിങ് ഇൻസ്റ്റിങ്ക്റ്റ് നല്ലോണം തലയിലുള്ള സ്ട്രൈക്കറാണ്. ആൻഡ് ഐ ബിലീവ് ഹിൽ സ്കോർ ഇൻക്രെഡിബിൾ എമൗണ്ട് ഓഫ് ഗോൾസ് ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ ഷെസ്കോയുടെ കാര്യത്തിലും വലിയൊരു ഇതില്ല. ലിവർപൂളിന് ഇനി സ്ട്രൈക്കർ വേണ്ട അടുത്തൊരു 10-15 കൊല്ലത്തേക്ക്. അപ്പോൾ ബാക്കി സ്ട്രൈക്കർ ആവശ്യമുള്ളത് എനിക്ക് തോന്നുന്നത് ബാർസലോണയ്ക്കാണ്. പല സ്ട്രൈക്കേഴ്സും മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും അടുത്ത സമ്മറിൽ. ആൽവാരസ് വിൽ ബി അവൈലബിൾ. അവരുടെ പ്രസിഡൻറ്റ് എന്തുവെന്ന് പറഞ്ഞാലും ഐ തിങ്ക് ഹിൽ ബി അവൈലബിൾ ആവാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ആൽവാരസ് ഇവരുടെ ഫൈനാൻഷ്യൽ ഇത് വെച്ച് അറ്റൈനബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. കാര്യം ഇതിനെപ്പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ബാക്കിയുള്ള സ്ട്രൈക്കേഴ്സ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ദ സൈനിങ് വിച്ച് വുഡ് മേക്ക് വെരി മച്ച് സെൻസ് ഫോർ ദം ഇസ് വ്ലാഹോവിച്ച് ഗോളുകൾ ഫാം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രൈക്കറാണ്. ഐ തിങ്ക് ഹി ക്യാൻ ഡു വേ മോർ ദൻ ലെവൻഡോസ്കി വന്ന ഏജും ലാലിഗയിലും ഡിഫറെൻ്റ് ആണ്. ആൻഡ് ലെവൻഡോസ്കിയുടെ അത്ര
ഒരു ടോപ്പ് എലീറ്റ് ഫിനിഷറാണോ വ്ലാഹോവിച്ച് എന്ന് വെച്ചാൽ അല്ല. പക്ഷേ ഇൻ ടേംസ് ഓഫ് ഫ്ലിക്കിൻ്റെ സിസ്റ്റം വെച്ച് വ്ലാഹോവിച്ച് വിൽ ഫാം ഗോൾസ്. ഹിൽ റഫീനിയുടെ യമാലിൻ്റെയും ഫെർമിൻ ലോപ്പസിൻ്റെ ഒക്കെ തലേന്ന് വലിയൊരു ഗോൾ സ്കോറിങ് ബേർഡൻ ഒഴിവാക്കാൻ പറ്റുന്നൊരു സ്ട്രൈക്കറാണ് വ്ലാഹോവിച്ച്. പക്ഷേ നടക്കണമെങ്കിൽ ഇഷ്യൂ ലോറസ് വേജസ്. 400K എന്താണ് യുവൻറ്റസിൽ ഏൺ ചെയ്യുന്നത്. പിന്നെയുള്ള ഈ ഗുറാസിയുടെ പേരൊക്കെയാണ്. പക്ഷേ സ്റ്റിൽ ഐ ബിലീവ് വ്ലാഹോവിച്ചിനെ ബാർസലോണ സൈൻ ചെയ്താൽ എന്താവും എന്നെനിക്കറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ബാക്കി സ്ട്രൈക്കേഴ്സിനെ വേണ്ട ക്ലബ്ബുകൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ വളരെ കുറവാണ്. വേറെ ക്ലബ്ബുകൾക്കൊന്നും സ്ട്രൈക്കേഴ്സിന് ആവശ്യമില്ല. ഓൺ പേപ്പർ നോക്കുമ്പോൾ റയൽ മാഡ്രിഡ് വുഡ് നീഡ് വൺ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല റയൽ മാഡ്രിഡ് സൈൻ ചെയ്യും ഒരു സ്ട്രൈക്കറെ ഈ വിൻഡോയിൽ നിന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല. അൺലെസ് ഇഫ് വിക്ടർ ഓഷിമൻ വല്ലതും വന്നാലോ ഐ വുഡ് ലവ് ടു സി ഓഷിമൻ പ്ലേ ഇൻ റയൽ മാഡ്രിഡ്. പക്ഷേ വിൽ സി എന്താവുമെന്ന് കണ്ടു തന്നെ അറിയാം. ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. ഈ പറഞ്ഞ പ്ലെയേഴ്സോ അല്ലെങ്കിൽ ഇവരൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആവും. ഇതിനകത്ത് എത്ര പേര് ട്രാൻസ്ഫർ കണ്ടുപിടിച്ച് പോകും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. നേരത്തെ പറഞ്ഞ പോലെ ഇത് വാട്ട് ക്ലബ് ഷുഡ് ഡു എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്, അല്ലാതെ വാട്ട് ക്ലബ്സ് വിൽ ഡു അല്ല. ക്ലബ്ബുകൾ പലതും ചിലപ്പോൾ ചെയ്യും. ചിലപ്പോൾ ഈ പറഞ്ഞ ക്ലബ്ബുകളൊന്നും ഇവരെ ആരെയും സൈൻ ചെയ്യാതിരിക്കാം. അപ്പോൾ വിൽ സി എന്താണെന്ന് കണ്ടു തന്നെ അറിയാം. നിങ്ങൾക്ക് വല്ല ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.